വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിന് തുടർഭരണം കിട്ടാതിരിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചെന്ന കെ സുരേഷ് കുമാർ IAS പുസ്തകത്തിൽ വെളിപ്പെടുത്തൽ. വി.എസിനോടൊപ്പം ജോലി ചെയ്ത കാലത്തെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ വി.എസിനൊപ്പം എന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിലാണ് സുരേഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ. മൂന്നാർ ദൌത്യത്തെ അട്ടിമറിക്കാൻ അന്ന് ദേവികുളം സബ് കളക്ടറായിരുന്ന രത്തൻ യു ഖേൽക്കർ ശ്രമിച്ചെന്നും മുൻ IAS ഓഫീസറായ കെ സുരേഷ് കുമാർ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. തുടങ്ങി വെച്ച ഈ പ്രോസസ്സിന് തടസ്സം നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു ഫിനോമിനാണ്. അത് ഇൻഡിവിജ്വൽസ് അല്ല, അതിനകത്ത് CPM-ന്റെ ശക്തമായ ഇടപാടുണ്ടായിരുന്നു. CPI-കാരുടെ തന്നെയാണല്ലോ. വിവാദം വരട്ടെ, അതിന് എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്തുള്ള എവറി വേർഡ് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ഞാൻ ചെയ്യും. അർജുൻ രാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ പുസ്തകത്തിലുള്ളത്. എന്താണ് ഇതിൽ നേതാക്കളുടെ ആരെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെതിരെയാണ് ഈ ആരോപണം. എന്താണ് വിശദാംശം? അരുണ്യ, വി.എസ്. സർക്കാരിന്റെ കാലത്ത് വി.എസിന് ഏറ്റവും വിശ്വസ്തനായിരുന്ന ഉദ്യോഗസ്ഥനാണ് IAS-കാരനായിരുന്ന സുരേഷ് കുമാർ. വി.എസിനൊപ്പം എൻ്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പിണറായി വിജയനെതിരെ തന്നെയാണ്. 2011 തെരഞ്ഞെടുപ്പിൽ വി.എസ്. സർക്കാരിന് തുടർഭരണം ഉറപ്പായിരുന്നു. പക്ഷേ ചില മണ്ഡലങ്ങളിൽ ബോധപൂർവം തോൽപ്പിക്കാൻ പിണറായി വിജയൻ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് സുരേഷ് കുമാറിന്റെ ഈ പുസ്തകത്തിലെ ആരോപണം. 13 മണ്ഡലങ്ങൾ ഉറച്ച വിജയസാധ്യതയുള്ള 13 ഇടത്ത് ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി അവിടുത്തെ ആ സർക്കാരിന്റെ തുടർഭരണം ഇല്ലാതാക്കിയത് പിണറായി വിജയനാണ് എന്ന് പുസ്തകത്തിൽ ആരോപിക്കുന്നു. പ്രതിപക്ഷ നേതാവായ ശേഷം വി.എസ്. അച്യുതാനന്ദനെ കാണാൻ താൻ കന്റോൺമെന്റ് ഹൗസിൽ പോയപ്പോൾ വി.എസ്. തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. വിജയൻ ഈ രീതിയിൽ പ്രവർത്തിച്ചു, തോൽവി ഉറപ്പാക്കാനുള്ള പ്രവർത്തനമാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ള ആരോപണമാണ് വി.എസ്. പറഞ്ഞതായി ഈ പുസ്തകത്തിൽ ആരോപിക്കുന്നത്. രണ്ടാമത്തേത്, വി.എസ്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തേണ്ട ഫയലുകൾ അത് പരിശോധിക്കപ്പെട്ടിരുന്നത് AKG സെന്ററിലാണ് എന്നുള്ളതായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാൽ ഉൾപ്പെടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അത് AKG സെന്ററിൽ നിന്ന് പരിശോധിച്ച ശേഷമാണ് തിരിച്ച് വി.എസിലേക്ക് എത്തിയത് എന്നുള്ള ആരോപണമുണ്ട്. അത് AKG സെന്ററിലെ ചില കുറിപ്പുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരം ഫയലുകൾ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരിശോധിക്കപ്പെട്ടത് എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ മുഖ്യമന്ത്രി V.D. സതീശന്റെ സെക്രട്ടറി ആയിട്ടുള്ള രത്തൻ കേൽക്കർക്കെതിരെയാണ്. മൂന്നാർ കയ്യേറ്റം നടക്കുന്ന ഘട്ടത്തിൽ ദേവികുളം സബ് കളക്ടറായിരുന്നു രത്തൻ കേൽക്കർ. ഈ മൂന്നാർ ദൗത്യം പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അന്നത്തെ സബ് കളക്ടറായിരുന്ന രത്തൻ കേൽക്കർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിലെ ആരോപണം. CPI-യുടെ ഓഫീസ് ഈ മൂന്നാർ കയ്യേറ്റത്തിന്റെ ഭാഗമായി പൊളിക്കാൻ പോകുകയും പിന്നീട് അത് പൊളിക്കുകയും ഒക്കെ ചെയ്തത് ഈ മൂന്നാർ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരുന്നു. കാരണം CPI-യും ഒക്കെ വലിയ പ്രതിഷേധം അതിനെ തുടർന്ന് ഉയർത്തുകയും പിന്നീട് ആ ദൗത്യം മുന്നോട്ട് പോവുകയും ഉണ്ടായില്ല. ഈ CPI-യുടെ ഓഫീസ് അത് തകർക്കുന്നത് ബോധപൂർവമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ ആരോപിക്കുന്നത്. അതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥന്റെ പേരായിട്ടാണ് രത്തൻ കേൽക്കറെ പറയുന്നത്. രത്തൻ കേൽക്കർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ആൾ കൂടിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഈ പുസ്തകത്തിന് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അരുണ്യ, ശരി, അർജുനാണ് വിശദാംശങ്ങൾ നൽകിയത്.